ഹലോ മക്കളെ, ഇന്നലെ നടന്നിരിക്കുന്ന ഇന്ത്യ വേഴ്സസ് നമ്മുടെ വെസ്റ്റ് ഇൻഡീസ് മാച്ച് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതായത് നിർണായക ഘട്ടത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പ്രഷറായി നിൽക്കുന്ന സിറ്റുവേഷനിൽ നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ അഭിമാനമായ സഞ്ജു സാംസൺ കളിച്ച ആ ഒരു ഗെയിം നിങ്ങൾ കണ്ടില്ലേ? അതേപോലെ തന്നെ ഈ ഒരു പ്രഷറായി നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയാൻ കാരണം എന്താ പറയുക, നിങ്ങളിപ്പോൾ എല്ലാവരും ബോർഡ് എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോർഡ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ജയിക്കണം എന്ന് പറഞ്ഞത് ബോർഡ് എക്സാമിന് മാത്രമല്ല, ബോർഡ് എക്സാം കഴിഞ്ഞ് വരുന്ന കീം എക്സാമിന് നമുക്ക് എന്ത് ചെയ്യണം, നല്ലൊരു റാങ്കോട് കൂടി കേരളത്തിലെ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കാനുള്ളൊരു അവസരമാണ് നമ്മുടെ കീം എക്സാം. സോ ആ ഒരു കീം എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ബോർഡ് എക്സാമിന് ശേഷം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. സോ വാട്ട് ടു ഡു, എന്ത് ചെയ്യും? ഈ ഒരു പ്രഷർ സിറ്റുവേഷനിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സഞ്ജു നിന്ന പോലെ എക്സാമിന് നമുക്ക് പറയാം, സഞ്ജു സാംസൺ എന്നുള്ളൊരു കിടിലൻ പ്ലെയർ കളിച്ച പോലെ തന്നെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ പരിചയപ്പെടുന്ന സൈലത്തിൻ്റെ എക്സ്ക്ലൂസീവ് ബാച്ചാണ് സൈലം കീം എൻഡ് ഗെയിം 2.0. സോ 2.0 എന്നുള്ള ബാച്ചിൻ്റെ അഡ്മിഷൻ മക്കളെ ആരംഭിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ബാച്ചിൻ്റെ ബെസ്റ്റ് ഫീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾ എല്ലാവരും ആലോചിച്ചത്. കാരണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു പ്രഷറായി നിൽക്കുന്ന സിറ്റുവേഷനിൽ എങ്ങനെ കീം പോലുള്ള എക്സാം ടാക്കിൾ ചെയ്യണമെന്നുള്ള ഐഡിയാസ് വേണ്ടത് എക്സ്പീരിയൻസ് ആയുള്ള ഫാക്കൽറ്റീസ് എന്നാണ്. സോ എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾ ക്ലാസ് എടുക്കാൻ വേണ്ടി വരിക. സോ ഡെയിലി ലൈവ് സെഷൻസ് ഉണ്ടാവും. സോ ഈ ഒരു ലൈവ് സെഷൻസ് നിങ്ങൾക്ക് ലൈവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും റെഫർ ചെയ്യാൻ വേണ്ടി എന്തുണ്ടാവും, ആപ്പിൽ നിങ്ങൾക്ക് റെക്കോർഡായിട്ട് നിങ്ങൾ ആപ്പിൽ കിടക്കുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് വേണ്ട സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആ സെഷൻസ് കാണാം. അതേപോലെ ഈ ലൈവിലെടുക്കുന്ന എല്ലാ സ്ലൈഡുകളും നിങ്ങൾക്ക് ആപ്പിൽ നോട്ടായിട്ടും അവൈലബിൾ ആയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് മൊഡ്യൂൾ എക്സാംസും അതേപോലെ തന്നെ പ്രീ മോക്ക് എക്സാംസും ആണ്. കാരണം എക്സാംസ് എത്രത്തോളം എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു കീം എക്സാമിൻ്റെ ഐഡിയ കിട്ടുക. ഫിസിക്സിൽ നിന്ന് ഏകദേശം 45 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുമാത്രമല്ല മാത്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസിയർ പേപ്പറും ആയിരിക്കും നിങ്ങൾക്ക് ഈ എക്സാം. അതുകൊണ്ട് തന്നെ എങ്ങനെ ഓരോ ടോപ്പിക്സ് മനസ്സിലാക്കി പഠിക്കണം എന്നുള്ള ഐഡിയ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കീം എക്സാം ക്രാക്ക് ചെയ്യാം സൈലത്തിനൊപ്പം ചേർന്ന് പഠിച്ചാൽ. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. 2.0 ബാച്ച് ഓപ്പൺ ആയി കിടക്കുകയാണ്. സോ എത്രയും പെട്ടെന്ന് ബാച്ച് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ സൈലത്തിനൊപ്പം ഒരുമിച്ച് നമുക്ക് പഠിച്ചത് ചെയ്യാം. നമുക്ക് വേണ്ട ആഗ്രഹിച്ച എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നമുക്ക് ഒരുമിച്ച് എത്താം. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്, ബൈ ബൈ.